എന്തു പറ്റി? നീ ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങും? ഇതിപ്പോ 2-3 ദിവസമായല്ലോ. ഒന്നുമില്ല, താക്കണോ? കൊള്ളാം. എന്നിട്ടാണോ വിശപ്പില്ല, ഉറക്കമില്ല? എന്താ പ്രശ്നം? ഒരു ചെറിയ ടെൻഷൻ. ആ സൈമന്റെ വീട് താമസം അടുത്താഴ്ച പണിയൊന്നും നീങ്ങുന്നില്ല. എന്തിനാ ജോസഫെ കള്ളം പറയുന്നത്? പ്രശ്നം എന്താണെന്ന് ഞാൻ പറയട്ടെ. എന്ത് പ്രശ്നം? ജെറുസലേം പള്ളിയിലെ പ്രശ്നമല്ലേ? അതെന്ത് പ്രശ്നം? മോനെ തിരിച്ചു കിട്ടിയില്ലേ? ഇല്ല. ജോസഫ് ഇങ്ങോട്ട് നോക്കിയേ. ഈ മനസ്സ് എന്നെക്കാളും നന്നായിട്ട് ആർക്കറിയാവുന്നേ? ജെറുസലേം ദേവാലയത്തിൽ അത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇതല്ലേ എൻ്റെ അപ്പൻ്റെ വീടെന്ന് നമ്മുടെ മോൻ പറഞ്ഞപ്പോ വാൾ കുത്തി കയറിയത് ഈ നെഞ്ചിലാണെന്ന് എനിക്കറിയാം. തകർന്നു പോയി. ശരിയാ, ഇതവന്റെ വീടല്ല, അവന്റെ വീട് ദേവാലയല്ലേ. ദൈവമല്ലേ അവന്റെ അപ്പൻ, വളർത്തത്തിനല്ലേ. എല്ലാം എന്റെ തെറ്റ. ഞാനതോട് മറന്നുപോയി. ഈ മനസ്സാൻ സമ്മതിക്കുന്നില്ലോ. നേരത്തെയൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാനൊക്കെ ഒരു വരും, വഴി മറന്നു വരും. പക്ഷെ ഇപ്പൊ എന്റെ സ്വപ്നത്തിൽ മാലാക വരാതെ. എന്തിനാ ജോസഫ് ഈ മാലാക വരുന്നത്? 1000 മാലാകമാരെ കാവലിരിക്കുന്ന നമ്മുടെ മോൻ ഇവിടെ ഉള്ളപ്പോ. എനിക്കറിയാലോ, പക്ഷെ ഞാൻ ഒരു സാധാരണക്കാരനല്ലേ. ഇന്ന് വൈകുന്നേരം ഈശോന്റെ അടുത്ത് വന്നായിരുന്നു. അവൻ പറഞ്ഞു, സോറി അമ്മേ, ഞാനൊന്നും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പന്റെ സങ്കടം ഞാൻ കണ്ടു. അന്ന് പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അപ്പനോട് ഒന്നും കിട്ടിയില്ല. എനിക്കും സങ്കടമായി. അമ്മ അപ്പനോട് പറയണേ, ഞാൻ ഇനി അപ്പനെയും വിട്ട് എങ്ങും പോവില്ലെന്ന്. ഇതെന്റെ പ്രോമിസാണ്. ജോസഫിന് ഓർമ്മയുണ്ടോ? ഈശോ ജനിച്ചപ്പോ അവന്റെ കുഞ്ഞു കൈയും കാലൊക്കെ തൊട്ട് നോക്കിയിട്ട് താൻ പറഞ്ഞത്, ദൈവത്തിന്റെ കുഞ്ഞായിട്ടും ഈ കുഞ്ഞിന് ഒരു പ്രത്യേകതയില്ലല്ലോ, സാധാരണ കുഞ്ഞിനെ പോലെ ഇരിക്കുന്നത്. അന്ന് ഞാനെന്താ പറഞ്ഞേ? ശരിയാണ്, ഇതൊരു സാധാരണ കുഞ്ഞാണ്, അതാണ് അവനെ സ്പെഷ്യൽ ആക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഇയാളൊരു സാധാരണ അപ്പനല്ല, ഒരു സ്പെഷ്യൽ അപ്പനാണ്. മനസ്സിലായോ? സ്പെഷ്യൽ അമ്മ.